എപ്പോഴും ഒറ്റയ്ക്കാകണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആലോചിക്കാൻ ഒരുപാടുള്ളപ്പോ അങ്ങനൊരു തോന്നൽ സ്വാഭാവികം. ബാബു, ഇങ്ങനെ വളച്ചു കെട്ടി സംസാരിക്കണ്ട. പറയാനുള്ളത് ഡയറക്റ്റായി തന്നെ പറയാം. പറയാൻ തന്നെ വന്നത് യമുനേച്ചിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പ്രസാദേട്ടൻ ഒരു പുതിയ ശീലം തുടങ്ങിയിരിക്കുന്നു, മദ്യപാനം. ശരിക്കും ഞെട്ടിയതോ അത് ഞെട്ടൽ അഭിനയിച്ചതോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. പ്രസാദേട്ടൻ ഒരിക്കലും മദ്യപിക്കില്ല. മനസ്സിന്റെ ഓരോരോ അവസ്ഥകളല്ലേ മനുഷ്യന്റെ വിധി നിശ്ചയിക്കുന്നത്. ഓരോ ഗതികേടുകള്. ഇഷ്ടത്തോടെയല്ലല്ലോ നമ്മൾ തെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റാവും നമ്മളെ നിയന്ത്രിക്കുന്നത്. പിന്നെ കുറ്റബോധമായി. കുറ്റബോധത്തിൽ നിന്നും തലയുരാൻ വേണ്ടി ചിലർ മദ്യപിക്കും, ചിലർ കഞ്ചാവ് വലിക്കും. പ്രസാദേട്ടൻ ആദ്യത്തേത് ആരംഭിച്ചു കഴിഞ്ഞു. ഓർത്തിട്ട് നല്ല രസം തോന്നുന്നു അല്ലേ? രമേശേരനെ കള്ളുകൂടിയനെന്ന് വിളിച്ച് ആക്ഷേപിച്ചയാൾ ഇപ്പോ അതേ റൂട്ടിൽ. രമേശേട്ടൻ ആ ശീലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ അനിയൻ വലതുകാലം വെച്ച് പ്രവേശിച്ചു കഴിഞ്ഞു. കൊള്ളാം അല്ലേ യമുനേച്ചി? പ്രസാദേട്ടൻ ആ ശീലം തുടങ്ങിയെങ്കിൽ അതിന് കാരണം ഫ്രസ്ട്രേഷനാ. പ്രസാദേട്ടന്റെ ജീവിത നൈരാശ്യം. അതിന് നമ്മുടെ സുമിത്രേച്ചിക്ക് ഉത്തരവാദിത്വമുണ്ട്. സുമിത്രേച്ചി എന്തിനാ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? ചിലർ നശിക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചാൽ പിന്നെന്ത് ചെയ്യും? യമുനേച്ചി ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയാൽ അറിയാം ഈ തകർച്ചയ്ക്ക് കാരണം എന്താണെന്ന്, ആരാണെന്ന്. ആരാ? ആരാ? ഞാനോ? പിന്നല്ലാതെ. കുറെ നാളായി നീ എന്നെ സംശയിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയില. ഇനി പുതിയ കുറ്റങ്ങൾ കൂടെ എന്റെ മേലെ കെട്ടിവെക്കാൻ തുടങ്ങിയാ എനിക്ക് ഭ്രാന്ത് പിടിച്ചൊന്ന് വരും. ഭ്രാന്ത് എന്തായാലും യമുനേച്ചിക്ക് വരുന്ന് പേടിക്കണ്ട. നീ നീ സുമിത്രേച്ചിയെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സുമിത്രേച്ചിക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒന്ന് ഓർക്കണം, ഞാനും നിന്റെ ചേച്ചിയാ. എനിക്കും ഒരു മനസ്സുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുപോലെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോൾ അത് ഞാൻ കണ്ടില്ല എന്ന് അടിക്കണോ? ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യണോ? പറ്റില്ല. അപ്പോ യമുന തെറ്റുകാരി? യമുന മാത്രം തെറ്റുകാരി അല്ലേ? രണ്ടുപേരും കൂടെ ബാബു. ഒന്നുമില്ല അച്ഛാ. അർത്ഥമില്ലാത്ത ഹിപ്പോക്രസി ഉണ്ടല്ലോ, അതാർക്കൊരു ഗുണവും ചെയ്യില്ല. ഏതായാലും കുടം തുറന്ന് ഭൂതത്തെ വിട്ടുകഴിഞ്ഞു. ഇനി അതിനെ തിരികെ കുടത്തിൽ കയറ്റാൻ കഴിയുമോ? കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? വലിയൊരു ഭൂകമ്പത്തിന്റെ വക്കിലായി വീട്. എപ്പോൾ പൊട്ടിത്തെറിക്കുന്നേ ഇനി അറിയണ്ടു. പൊട്ടിത്തെറിച്ച തകരുന്നത് ഒരു ജീവിതമല്ല, പല ജീവിതങ്ങളായിരിക്കും. മറക്കണ്ട. അങ്ങേരിന്നും ഫിറ്റാണല്ലോ. കീശയിൽ സാധനമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സൂത്രത്തിൽ വീശുന്നുണ്ട്. അത് ശരി. അപ്പൊ സൈറ്റിൽ കൊണ്ടുവന്ന വീശലല്ലേ? എന്താ നിനക്ക് വേണോ? ചോദിച്ചു നോക്ക്, ചിലപ്പോ കിട്ടിയേക്കും. ഏയ്, ആ ലെവലായിട്ടില്ല. എന്തൊക്കെയായാലും നമ്മുടെ എഞ്ചിനീയർ സാറല്ലേ. കഷ്ടമാണേ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. പ്രസാദ് എവിടെയുണ്ട്? ആ, സാർ മുകളിലുണ്ട്.
പ്രസാദ്. ഹലോ മൈ ഫ്രണ്ട്, കമോൺ കമോൺ കമോൺ. വളരെ ഗംഭീരമായിട്ടുണ്ടല്ലോ എഞ്ചിനീയർ പ്രസാദിന്റെ പുതിയ മുഖം. അപ്പോ പറഞ്ഞു കേട്ടതൊക്കെ സത്യം തന്നെ. എന്ത് കേട്ടു? എന്ത് കേട്ടു? സൈറ്റിലും താൻ ലിക്കർ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടെന്ന്. ഏയ് നോ, അതൊക്കെ പ്രചരണ. മിയർ പ്രോപ്പഗൻഡ ടു സ്പോയിൽ മൈ ഇമേജ്. ഇമേജ് അതെവിടെയാണാവോ സൂക്ഷിച്ചിരിക്കുന്നത്? ഈ കുപ്പിയുടെ ഉള്ളിലാവും അല്ലേ? എനിക്ക് വളരെ ദുഃഖമുണ്ട് പ്രസാദ്. ഒരു മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്ക് പാടില്ല. സിമ്പതി വേണ്ട. സിമ്പതി വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. പ്രസവിച്ച അമ്മയ്ക്ക് പോലുമില്ല എന്നോട് സിമ്പതി. പിന്നെ എന്തിനാ ദേവ തൻ്റെ സിമ്പതി? യു ഹേറ്റ് മീ. പ്രസാദിന് വെറുക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല പ്രസാദേ, എന്താ തന്റെ ഉദ്ദേശം? നശിക്കാനോ? അതിന് തക്കവണ്ണം എന്ത് ഭൂകമ്പ ഇവിടെ ഉണ്ടായേ? അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുവായിരുന്നല്ലോ താൻ. ഈ അവസ്ഥ കണ്ട അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? അച്ഛൻ, അമ്മ, ആത്മാവ്, ശാന്തി, ഇത്തരം വാക്കുകളൊന്നും എന്റെ മുന്നിൽ പറയരുത് ദേവ. ഓൾ ആർ മീനിങ്ലെസ്. അർത്ഥം ഇപ്പൊ ഒന്നിലേ ഉള്ളൂ. ഏതിലാ പറയാമോ? ഞാൻ പോവുക. ഇവിടെ ഇപ്പൊ നിന്നാ ഒരു പക്ഷേ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എപ്പോഴെങ്കിലും കാണാം. പോയിക്കോ പോയിക്കോ. ഉപയോഗിച്ചാൽ സർ, ഒന്ന് താഴേക്കൊന്ന്. വേണ്ടടോ, എൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഒന്നും വേണ്ട. ഒക്കെ താനെ ശരിയായിക്കോളൂ. ശരി സർ. വാട്ട് എ സർപ്രൈസ്. ഇപ്പൊ ഞാൻ യമനെ പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഈ നിൽക്കുന്നത് പ്രസാദേട്ടനോ അതോ പഴയ രമേശ് ഏട്ടനോ? അയാളുമായി എന്നെ കമ്പയർ ചെയ്തത്. ഐ വിൽ ലൂസ് മൈ ടെമ്പർ. ഈസ് മൈ എനിമി നമ്പർ 1. രാംമോഹനും ജെയിംസും നമ്പൂതിരിയും പിന്നെ ആ പ്രേമും ഗൾഫിലെ ദിലീപും ഒക്കെ അതിന് വളരെ പിറകിലേ വരൂ. എല്ലാവരും പ്രസാദേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴും പ്രസാദേട്ടന്റെ ഭാഗത്ത് നിന്നവളാ ഞാൻ. പക്ഷെ ഇപ്പൊ എന്റെ എതിർചേരിയിലാണെന്നാവും. ആയിക്കോ എന്നല്ല ഞാൻ പറഞ്ഞത്. ആ, ഇങ്ങനെ കുടിച്ച് നശിക്കരുതെന്ന് എല്ലാവരും എന്നെയാ കുറ്റപ്പെടുത്തുക. കുറ്റപ്പെടുത്തുന്നവരുടെയൊക്കെ മുമ്പിലൂടെ നമുക്ക് ഒന്നിച്ച് നടക്കാം. ആർ യു റെഡി? ഇല്ല പ്രസാദേട്ടാ, നമ്മൾ തെറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇനി നമുക്ക് ഈ ബന്ധം തുടർന്നു പോകണ്ട. നമുക്കിനി തമ്മിൽ കാണുകയും വേണ്ട. മനസ്സുകൊണ്ടെങ്കിലും ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാം. Stop it! വിട പറയാൻ വന്നതല്ലേ? അതിന് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വരണ്ടായിരുന്നല്ലോ. ഒരാളോട് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? മനസ്സുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം. പശ്ചാത്തപിച്ചു കഴിഞ്ഞില്ലേ? ഇനി നിൽക്കണ്ട. ഓ ഗോ ഗോ അവേ.
പശ്ചാത്താപം, സിമ്പതി. പ്രസാദിന് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ആ. എങ്ങനെയുണ്ട് അപ്പിയറൻസ്? കുടിച്ച് ഫോമായാണല്ലോ വന്നിരിക്കുന്നത്. ഇങ്ങേർക്ക് എന്താ പറ്റിയത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? ആ അത് തന്നെ. എന്താണാവോ ഇനിയും പറ മെമ്മോ? നമ്മൾ ജോലി നോക്കുന്ന സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത നമ്മുടെ വർക്ക് പെർഫോമൻസിൽ മാത്രമല്ല കാണിക്കേണ്ടത്, നമ്മുടെ ബിഹേവിയറിലും കൂടി അതുണ്ടായിരിക്കണം. നോ ഒബ്ജക്ഷൻ. ഒബ്ജക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ പ്രസാദ് ഓഫീസിലേക്ക് ഈ രീതി വന്നിരിക്കുന്നത്? ഈ രീതി എന്ന് പറഞ്ഞാൽ ഏത് രീതിയാ? എനിക്ക് മനസ്സിലായില്ല. ഒരു ഓഫീസിൽ വരേണ്ട രീതിയാണോ ഇത്? എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ലെക്ക് കെട്ട് ഓഫീസിൽ വരിക എന്ന് വെച്ചാൽ ലോഫിംഗ്. എല്ലാം പുല്ലെന്ന് തോന്നിക്കുന്ന ഈ ചിരിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് നല്ലതിനല്ല പ്രസാദ്. ശരി, ചിരിക്ക് കരച്ചിലായാലോ? കമ്പനി എന്നോട് സ്നേഹത്തിലാവോ? ജോലിയോട് ആത്മാർത്ഥത കാണിക്കാത്ത അലസനും വഴിതെറ്റിയവനുമായ പ്രസാദ് എങ്ങനെ വന്നാൽ എന്താ മിസ്റ്റർ രാമോഹൻ? നോ, അങ്ങനെ വിട്ടുകളയാൻ ഇതൊരു നിസ്സാര കാര്യമല്ല. മാന്യന്മാരായ നിരവധി കസ്റ്റമേഴ്സ് ഡെയിലി വരുന്നൊരു സ്ഥാപനമാണിത്. അപ്പൊ താനിങ്ങനെ ഈ കണ്ടീഷനിൽ വന്നാൽ അതിന്റെ ചീത്തപ്പേര് കമ്പനിക്ക് മൊത്തമായിട്ടാണ്. ഒരു അച്ചടക്ക നടപടിക്ക് ചാൻസ് ഉണ്ടല്ലേ? ഉണ്ട്. ആകാം. വെൽക്കം, വെൽക്കം. അച്ചടക്ക നടപടി. രാമോഹൻ വൈസി വിശാൽ, എന്താ സാർ? ഞാൻ തോക്കുകയാണെന്ന് തോന്നുന്നു. എവിടെ പിടി വിട്ടുപോകുന്നു? സാറിന്റെ വെറും തോന്നല. സാറിന് ഒരു കുഴപ്പമില്ല. തനിക്ക് അറിയില്ല, ഒരു പഴയ പ്രസാദ് ഉണ്ടായിരുന്നു, എ മാൻ ഓഫ് ഡിസിപ്ലിൻ. പ്രസാദ് എന്ന് ചിന്തിച്ച അടുത്ത നിമിഷം അത് പ്ലാൻ ആകും, അതിനടുത്ത നിമിഷം അത് ബിൽഡിംഗ് ആകും. സംശയങ്ങളോ പരാതികളോ ഇല്ല. ചോദ്യം ചെയ്യാൻ ഒരു മേലധികാരിക്കും പഴുതുണ്ടായിരുന്നില്ല. അതിന് പകരം ഇപ്പോ പോട്ടെ സാർ, അപ്രിയ സത്യങ്ങളൊക്കെ പുറത്തേക്ക്. ഇത് എൻജോയ്മെന്റിനുള്ള ടൈമല്ലേ? അറിയാം, പക്ഷെ കഴിയുന്നില്ല വിശാൽ. തനിക്കറിയോ, ഞാനിപ്പോ കമ്പനിക്ക് ഒരു അപമാന. ഒക്കെ മനഃപൂർവ്വം സാറിനെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പായിട്ടുള്ള ശ്രമമാ. സാർ അതൊന്നും മൈൻഡ് ചെയ്യണ്ടേ. ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്. ഞാൻ ആ നായക്കളുടെ കുരെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്നെ മനസ്സിലാക്കേണ്ടവർ, സ്നേഹിക്കുന്നവർ കൂടി എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയ അത് ഞാൻ എങ്ങനെ സഹിക്കും വിശാൽ?
ആരുടെ കാര്യമോ സാർ ഈ പറയുന്നേ? യമുനയാണോ? മറ്റാരാളോടോ എന്നെ മനസ്സിലാക്കുന്നത്, സ്നേഹിക്കുന്നത്? യമുന എന്തു പറഞ്ഞു? വീട്ടുകാരെ അവൾക്ക് ഫേസ് ചെയ്യാൻ പ്രയാസമുണ്ടെന്നു, ആർക്കൊക്കെ സംശയമുണ്ടെന്നു, അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകണമെന്നു. അവൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി ചോദിച്ചാൽ അങ്ങനെ തന്നെ യമുന കൈവിടെങ്ങനെ ചെയ്താ പിന്നെ ഞാനുണ്ടാവില്ല. തീർച്ചയായും. സാർ എന്ത് അബദ്ധമൊക്കെ ഈ പറയുന്നത്? യമുന ആ അർത്ഥത്തിലൊന്നും ആവില്ല സംസാരിച്ചത്. അല്ലേ? തനിക്ക് ഉറപ്പാണോ? 100%. ആ. അല്ല സർ, ശങ്കർജി സാർ ഈ ബന്ധത്തെ പറ്റി വല്ലതും അറിഞ്ഞോ? അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമാവും. കാരണം കേരളത്തിൽ അത്രയും വലിയൊരു ഇമേജ് ഉള്ള ആളാണ് അദ്ദേഹം. അറിഞ്ഞിട്ടില്ലല്ലോ. I am not sure. സാറിന്റെ വൈഫോ? ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ആരറിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. യെസ്, അങ്ങനെ തന്നെയാ വേണ്ടത്. ആ. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇഷ്ടം, അതാണ് പ്രധാനം. സാറ് ബോൾഡായിട്ട് മുമ്പോട്ട് പോകണം. ഞാൻ ബോൾഡാണോ? എന്റെ വിശ്വാസങ്ങൾ, വിചാരങ്ങൾ എല്ലാറ്റിന്റെയും ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആ. അത് നമ്മുടെ രമേശ മാഷിന്റെ അനിയനല്ലേ? Because I ആ, am an engineer. engineer. അയാള് തുടങ്ങിയോ? Engineer. ചേട്ടന്റെ അനിയൻ കോന്തക്കുറുപ്പ് അല്ലേ? മാഷേ, മാഷേ, ഒന്ന് നിൽക്കണേ. മാഷെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അങ്ങോട്ടുള്ള വരവൊക്കെ ഞാൻ നിർത്തിയല്ലോ ബാല. കുറച്ചു നാളായല്ലോ നിർത്തിയിട്ട്. അതുകൊണ്ട് കാര്യമില്ലെന്ന് നമുക്ക് കുടിയന്മാർക്ക് അറിഞ്ഞൂടെ മാഷേ? കുടി നമ്മൾ നിർത്തുന്ന എന്തിനാ? പിന്നെയും തുടങ്ങാനല്ലേ. ആ നിലയ്ക്ക് മാഷ് ഇനിയും കുടിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഇനി ഞാൻ തുടങ്ങുന്നില്ല, മതിയായി. കുടിക്കുന്നവന് കുടുംബജീവിതം പാടില്ല, കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാനും പാടില്ല. ഇതാണ് ഇപ്പം എൻ്റെ ഫിലോസഫി. എനിക്ക് തീരെ മനസ്സിലാവണല്ലോ മാഷേ ആ ഫിലോസഫി. ബാലന് മനസ്സിലാകാനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ ആ പഴയ കോട്ട ഇപ്പോഴും നിലനിർത്തി പോരുന്നുണ്ട്. സത്യം പറയാമല്ലോ മാഷേ, നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പറ്റുവടോ, ഒരു ദിവസം നമ്മളങ്ങ് തീരുമാനിക്കും. അതിന് തക്ക അനുഭവങ്ങൾ നമുക്ക് ഈശ്വരൻ കാണിച്ചു തരും. എന്തോ അങ്ങനെ ഒന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നു. ആ, ഏതായാലും മാഷ് നിർത്തിയെങ്കിലും ആ ഗ്യാപ്പ് വേറെ ആൾ നികത്തുന്നുണ്ട്. മാഷിന്റെ അനിയൻ